ഏഷ്യാനെറ്റിൻ്റെ ഒരു പുതിയൊരു പ്രമോ വന്നു. വമ്പൻ അടിയായിട്ടാണ് ബെന്നിയും അതുപോലെ അനീഷും അതുപോലെ ഷാനവാസും. അനീഷ് അതിനകത്ത് പങ്കെടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ബെന്നിയും ഷാനവാസും തന്നെ ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട്. വേറെ സംഭവമൊന്നുമില്ല. അനീഷും ഷാനവാസും ജയിലിൽ കിടക്കുകയാണ്. ബെന്നി ക്യാപ്റ്റനാണ്. ബെന്നിയോട് ബാത്റൂമിൽ പോകണം, തുറന്നു കൊടുക്കണം എന്ന് പറയുന്നു. അപ്പം ബെന്നി പറയുന്നു തന്നോട് ചെയ്തതിനെല്ലാം സോറി പറഞ്ഞതിന് ശേഷം തുറന്നു കൊടുക്കാമെന്ന് പറയുന്നു. ഷാനവാസ് പറയുന്നു അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നു. എന്നാൽ നീ അവിടെ കിടന്നോടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വാഗ്ദാനത്തിനൊഴിവിൽ മാവോ അങ്ങോട്ട് എടുത്ത് മുഖത്തോട് എറിയുന്നുണ്ട്. അത് പിന്നെ നീ എന്നാൽ അവിടെ കിടക്കട എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് നിൻ്റെ അടിച്ചമർത്തലൊക്കെ വീട്ടിൽ കിടക്കുന്നവരോട് മതി എന്ന് ബെന്നി ആദ്യമേ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നത് നിൻ്റെ കെട്ടിയവനോട് മതി എന്ന് പറയുന്നു. അങ്ങനെ തർക്കമാകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലക്ഷ്മി എത്തുന്നു. ലക്ഷ്മി എവിടെയെങ്കിലും സ്ക്രീൻ സ്പേസിന് വേണ്ടി ഓടി നടക്കുകയാണല്ലോ. ലക്ഷ്മി പറയുന്നുണ്ട് സോറി പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നു നീ പോടി എന്ന് പറയുന്നു. പോടി എന്ന് വിളിക്കരുതെന്ന് ബെന്നി പറയുന്നു. ലക്ഷ്മി പറയുന്നു ഇവിടെ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടി പോടി വിളിക്കുന്നുണ്ട്. പക്ഷെ പോടി എന്ന് വിളിക്കുന്നതിന് ക്ഷമ പറയുമോ ഇല്ലയെന്ന് കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് പ്രൊമോയ്ക്കകത്ത് വ്യക്തമല്ല. ഏതായാലും എന്തോ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ബെന്നി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്നോട് ക്ഷമ ചോദിക്കാതെ ബാത്റൂം ഈ ജയിൽ തുറന്നു കൊടുക്കത്തില്ല, ബാത്റൂമിൽ പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറയും. അത് മോശം പരിപാടിയാണ്. പക്ഷേ അതുപോലെ അനീഷിൻ്റെയൊക്കെ മുഖം വല്ലാതെ ഇരിപ്പുണ്ട്. കാരണം അവർക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് തന്നെ ആയിരിക്കാം അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ പറയുന്നത്. ബെന്നി തൻ്റെ ക്യാപ്റ്റൻ്റെ പവർ ഉപയോഗിക്കുന്നതായിട്ടാണ് അവിടെ തോന്നുന്നത്. അത് ബെന്നിക്ക് മോശം ആകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് പ്രൊമോയ്ക്കകത്ത കാര്യങ്ങൾ വ്യക്തമാക്കാൻ പാടാണ്. പക്ഷേ എന്തു തന്നെ ആയാലും ബാത്റൂമിൽ പോകുന്ന ഒരു വ്യക്തിയെ പിടിച്ചു നിർത്തി ക്ഷമ ചോദിച്ചതിന് ശേഷമേ തുറന്നു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിനോട് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഏതായാലും ലൈവിൽ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം.